കേരളത്തിലെ സഹകരണ ബാങ്കുകൾ അല്ലെങ്കിൽ സഹകരണ സംഘങ്ങൾ അഭിമുഖീകരിക്കുന്ന ധാരാളം വെല്ലുവിളികൾ നമ്മൾ എല്ലാ കാലഘട്ടത്തിലും ചർച്ച ചെയ്തിട്ടുണ്ട്. പഴയ കാലഘട്ടത്തിലെ ധാരാളം വെല്ലുവിളികൾ പിൽക്കാലത്ത് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ലഘൂകരിക്കപ്പെട്ടിട്ടുണ്ട്. ചിലവ ഇപ്പോഴും നിലനിൽക്കുന്നു. അതിനൊപ്പം തന്നെ പുതിയ ചില വെല്ലുവിളികൾ കൂടി കേരളത്തിലെ സഹകരണ സംഘങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. വെല്ലുവിളികൾ സ്വാഭാവികങ്ങളാണ്. ഈ വെല്ലുവിളികളുടെ മുന്നിൽ പതറേണ്ടവരല്ല നമ്മൾ. അപ്പോൾ ഓരോ വെല്ലുവിളിയെയും അതിജീവിക്കാൻ വേണ്ടിയുള്ള കരുത്താർജിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി. ഇപ്പോൾ കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അവർ ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയായി അല്ലെങ്കിൽ പ്രതിസന്ധിയായി സഹകാരികളും സഹകരണ ജീവനക്കാരും സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും എല്ലാം ചർച്ച ചെയ്യുന്ന ഒരു സംഗതി TDS ബന്ധപ്പെട്ടാണ്. TDS ബന്ധപ്പെട്ട് കേരള ബാങ്ക് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയുടെ അടിസ്ഥാനത്തിൽ സ്വീകരിച്ചിട്ടുള്ള തുടർ നടപടി കേരളത്തിലെ പ്രാഥമിക സഹകരണ മേഖലയെ വല്ലാതെ ഉത്കണ്ഠപ്പെടുത്തി. സ്വാഭാവികമായും അതിനെതിരെ സിംഗിൾ ബെഞ്ചിൻ്റെ വിധിക്കെതിരെ ഏതാനും സഹകരണ സ്ഥാപനങ്ങൾ കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു. ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ ദിവസം ആ ഹർജിയിൽ തീർപ്പാകും വരെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് ഇൻകം ടാക്സ് നിയമത്തിലെ 194A(3) വകുപ്പനുസരിച്ച് കേരള ബാങ്ക് സഹകരണ സംഘങ്ങൾക്ക് 50,000 രൂപയിൽ കൂടുതൽ പലിശ വാങ്ങുന്നുണ്ടെങ്കിൽ TDS പിടിക്കും എന്ന് കാണിച്ചുകൊണ്ട് പുറപ്പെടുവിച്ച നിർദ്ദേശമാണ് സഹകരണ സംഘങ്ങളെ ഒരു വ്യവഹാരത്തിന് പ്രേരിപ്പിച്ചത്. ആ വ്യവഹാരത്തിൽ ഒരു താൽക്കാലിക ആശ്വാസം കേരളത്തിലെ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ഡിവിഷൻ ബെഞ്ചിലെ വിധിയിലൂടെ ലഭിച്ചിരിക്കുന്നു. ഈ പ്രതിസന്ധികൾ ഏതെങ്കിലും ഒരു പ്രതിസന്ധി TDS ആവട്ടെ വേറെ കാര്യമാവട്ടെ ഇത്തരം കേവലമായ പ്രതിസന്ധി ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രമല്ല. സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കറിയാം അനുദിനം ധാരാളം വെല്ലുവിളികൾ നേരിട്ടാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോയിട്ടുള്ളത്. അതിലൊരു വെല്ലുവിളി TDS ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പ്രശ്നം ശരിയായി പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ വെല്ലുവിളി നമുക്ക് പറയാൻ കഴിയാത്തൊരു വിഷയമാണ്. കാരണം പല ആളുകളും ധരിച്ചു വച്ചിരിക്കുന്നത്, പല സഹകരണ മേഖലയിൽ പ്രവർത്തകരും ധരിച്ചു വച്ചിരിക്കുന്നത് കേരള ബാങ്ക് TDS കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സംഘങ്ങൾക്ക് ഇത് ലഭിക്കില്ല എന്ന തെറ്റായ ധാരണ ചുരുക്കം ചില ആളുകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അവരാണ് പലപ്പോഴും പാനിക്കായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ കേരള ബാങ്ക് നമ്മളുടെ TDS പിടിച്ചാൽ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് അവയുടെ തുക നഷ്ടപ്പെടുന്നു എന്നുള്ളത് തെറ്റായ നമ്മുടെ ധാരണയാണ്. നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് ഒന്നുകിൽ നമ്മൾ ഏതെങ്കിലും ടാക്സ് അടയ്ക്കാനുണ്ടെങ്കിൽ ആ ടാക്സിൽ നിന്ന് ഈ പിടിച്ച TDSൻ്റെ തുക കുറച്ച് തരികയോ അല്ലെങ്കിൽ നമുക്ക് റീഫണ്ട് തരികയോ ചെയ്യുന്ന സംഖ്യയാണ്. അപ്പോൾ TDS പിടിച്ചു അല്ലെങ്കിൽ TDS പിടിക്കും എന്നുള്ളത് കേരളത്തിലെ സഹകരണ മേഖല നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയല്ല. അതിൻ്റെ തുക റീഫണ്ട് കിട്ടാനുള്ള വൈകലിൻ്റെ പ്രശ്നങ്ങളുണ്ട്, വ്യവഹാരങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്. TDS പിടിക്കുന്നു എന്നുള്ളത് നമുക്ക് സന്തോഷകരമായ കാര്യമല്ല. പക്ഷേ അത് അൾട്ടിമേറ്റായിട്ട് അതല്ല കേരളത്തിലെ സഹകരണ മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഏതായാലും കേരളത്തിലെ ഏതാനും സഹകരണ സ്ഥാപനങ്ങൾ സിംഗിൾ ബെഞ്ചിൻ്റെ വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു. ഇപ്പോൾ സ്റ്റേ കിട്ടിയിരിക്കുന്നു. നമുക്ക് തീർച്ചയായും അത് ആശ്വാസകരം തന്നെയാണ്. പക്ഷേ അതിലും വലിയ വെല്ലുവിളികൾ, അതിലും വലിയ പ്രതിസന്ധികൾ കേരളത്തിലെ സഹകരണ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. അതുമായി ചേർത്ത് വയ്ക്കുമ്പോഴാണ് TDS പിടിക്കാനുള്ള ഒരു ശ്രമം കൂടി വരുമ്പോൾ നമുക്ക് വല്ലാതെ പ്രയാസമായിട്ട് തോന്നുന്നത് എന്നുള്ളതാണ് ആമുഖമായി ഈ കോപ്പ് ടോക്സിൽ എനിക്ക് പങ്കുവയ്ക്കാനുള്ള അഭിപ്രായം. സഹകരണ ബാങ്കുകളെ സംബന്ധിച്ച് അവ കേരള ബാങ്കുമായി നടത്തുന്ന നിക്ഷേപ ഇടപാടുകളിൽ സംഘങ്ങൾ അവയുടെ തരളധനവും എക്സസ് ക്യാഷ് ബാലൻസും സ്ഥിര നിക്ഷേപങ്ങളും എല്ലാം സൂക്ഷിക്കുന്നത് സഹകരണ നിയമം ചട്ടം ഇവ പ്രകാരം കേരള ബാങ്കിലാണ്. അപ്പോൾ കേരള ബാങ്കിനെ സംബന്ധിച്ച് സൊസൈറ്റികളുടെ നിക്ഷേപത്തിൻ്റെ കാര്യത്തിലൊരു മോണോപോളി ഉണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ റിസർവ് ബാങ്ക് കേരള ബാങ്കിനെ പിടിമുറുക്കിയതോടുകൂടി ബഹുമാനപ്പെട്ട സഹകരണ സംഘം രജിസ്ട്രാർക്ക് കേരള ബാങ്കിലുള്ള ഇടപെടൽ ശേഷിയെ ദുർബലപ്പെടുത്തുന്ന നീക്കമാണ് സെൻട്രൽ ഗവൺമെൻറ്റും കേന്ദ്ര സഹകരണ മന്ത്രാലയവും RBIയും എല്ലാം സ്വീകരിച്ച നടപടികളുടെ ഭാഗമായി, നിയമപരിഷ്കാരങ്ങളുടെ എല്ലാം ഭാഗമായി കേരള ബാങ്കിനെ RBI വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. RBIയുടെ പിടി വീണതോടുകൂടി സഹകരണ സംഘങ്ങൾക്ക് നേരത്തെ നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ ലഭിച്ചിരുന്ന പലിശയുടെ കാര്യത്തിലുള്ള പ്രൊട്ടക്ഷൻ എല്ലാം പോയി.
ഒരു കാലഘട്ടത്തിൽ സഹകരണ സംഘങ്ങൾ അതിലെ നിക്ഷേപകർക്ക് നൽകിയിരുന്ന പലിശ നിരക്ക് തന്നെ സംഘം കേരള ബാങ്കിൽ അല്ലെങ്കിൽ സംസ്ഥാന സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചാൽ ലഭിക്കുമായിരുന്നു എങ്കിൽ ഇന്ന് സ്ഥിതി മാറി. ആ പ്രൊട്ടക്ഷൻ്റെ ഒരു വലിയ കാലത്ത് നിന്ന് നമ്മൾ പുറത്തേക്ക് കടന്നു കഴിഞ്ഞു. നമുക്കിന്ന് കാര്യമായ പ്രൊട്ടക്റ്റീവ് കവചങ്ങളില്ല, സുരക്ഷിത കവചങ്ങളില്ലാതെയാണ് കേരളത്തിലെ സഹകരണ മേഖല പ്രവർത്തിക്കുന്നത്. ആ ബോധ്യത്തോടും കൂടി പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് പ്രതിസന്ധികളെ നേരിടാൻ കഴിയുകയുള്ളൂ. നമ്മളെ സഹായിക്കാൻ വേണ്ടി പുറമേ നിന്ന് വന്ന് നമ്മളെ സഹായിക്കാൻ വേണ്ടി ഒരു ശക്തിയില്ല, ഒരു പവർ പുറമേ നിന്ന് വന്ന് നമ്മളെ സഹായിക്കും എന്ന് കരുതാൻ കഴിയുന്ന ഒരു സംവിധാനം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ സഹകരണ മേഖലയുടെ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തേണ്ടത് അതിൽ പ്രവർത്തിക്കുന്നവർ തന്നെയാണ്. പ്രധാനമായും ആ രംഗത്ത് സൃഷ്ടിപരമായ സംഭാവന നൽകിയിട്ടുള്ളത് കേരളത്തിലെ സഹകരണ വകുപ്പാണ്. എന്നാൽ കേരളത്തിലെ സഹകരണ വകുപ്പിൻ്റെ പരിധിക്കപ്പുറത്തേക്ക് അവ ഫേസ് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും RBIയുടെയും എല്ലാം നിലപാട് വരുമ്പോൾ സംസ്ഥാനത്തെ സഹകരണ വകുപ്പിന് മാത്രമായി കേരളത്തിലെ സഹകരണ മേഖലയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കേരളത്തിലെ സഹകരണ മേഖല മാറുന്നു എന്നുള്ളതാണ് നാം അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. നിക്ഷേപ പലിശ നിരക്കുമായി ബന്ധപ്പെട്ട് സഹകരണ സ്ഥാപനങ്ങൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് സഹകരണ സംഘങ്ങളിലെ ഒരു വർഷത്തേക്കുള്ള സ്ഥിര നിക്ഷേപത്തിന് സാധാരണ നിലയിൽ അതിൻ്റെ പലിശ എന്ന് പറയുന്നത് 8%. സീനിയർ സിറ്റിസൺ ആണ് നിക്ഷേപിക്കുന്നത് എങ്കിൽ 8.5% പലിശയ്ക്കാണ് സഹകരണ സംഘങ്ങൾ അവയുടെ നിക്ഷേപം സ്വീകരിക്കുന്നത്. ഈ നിക്ഷേപം 8% മുതൽ 8.5% വരെ പലിശ നിരക്കിൽ സംഘങ്ങൾ സ്വീകരിച്ച നിക്ഷേപമാണ് കേരള സംസ്ഥാന സഹകരണ ബാങ്കിൽ നിയമം മൂലം നിർബന്ധമാക്കിയത് മൂലം സംഘങ്ങൾ കൊണ്ടുപോയി നിക്ഷേപിക്കുകയാണ്. ഈ നിക്ഷേപങ്ങൾക്ക് കേരള ബാങ്ക് തരുന്നതാവട്ടെ ഒരു വർഷ നിക്ഷേപത്തിന് 7.1% പലിശയാണ്. ഇപ്പോൾ ബൾക്ക് നിക്ഷേപത്തിന് 15 ലക്ഷം രൂപയിലധികം രൂപ ഒറ്റ നിക്ഷേപമായി നിക്ഷേപിച്ചാൽ 15 ലക്ഷം രൂപയോ അതിലധികമോ ഒറ്റ നിക്ഷേപമായി കേരള സംസ്ഥാന സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചാൽ നമുക്ക് 7.6% പലിശ നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നം എത്ര സംഘങ്ങൾക്ക് അങ്ങനെ ബൾക്ക് നിക്ഷേപം നടത്താൻ കഴിയും? സംസ്ഥാനത്തെ ദുർബലമായ നിരവധിയായ സഹകരണ സ്ഥാപനങ്ങളുണ്ട്. അവയൊക്കെ എല്ലാം വിചാരിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് 15 ലക്ഷമോ അതിൽ കൂടുതലോ ഒറ്റ നിക്ഷേപമായിട്ട് നിക്ഷേപിക്കാൻ പറ്റണമെന്ന് യാതൊരു നിർബന്ധമില്ല. വൻകിട സംഘങ്ങളെ സംബന്ധിച്ച് ആ പ്രശ്നമില്ല. അപ്പോൾ കേരള ബാങ്കിൽ ശരാശരി സംഘങ്ങൾക്ക് കിട്ടുന്ന നിക്ഷേപ പലിശ 7.1% എന്ന് പറയേണ്ടി വരുന്നു. സംഘങ്ങളുടെ കാര്യത്തിലുള്ള പ്രശ്നം സംഘങ്ങളിലെ 50% കൂടുതൽ നിക്ഷേപവും പലപ്പോഴും സീനിയർ സിറ്റിസൺ നിരക്ക് കൊടുക്കേണ്ടി വരുന്ന നിക്ഷേപങ്ങളാണ്. യുവാക്കളെക്കാൾ കൂടുതൽ മധ്യവയസ്കരും സീനിയർ സിറ്റിസൺസും എല്ലാം ഇടപാട് നടത്തുന്ന സങ്കേതങ്ങളായി സഹകരണ മേഖല മാറുന്നു. സ്വാഭാവികമായും സഹകരണ മേഖലയിലെ നിക്ഷേപങ്ങളുടെ മുഖ്യ പങ്ക് സീനിയർ സിറ്റിസൺസിൻ്റെ ആയിട്ട് മാറുന്നു. 50%മോ അതിലധികമോ പ്രൈമറി സൊസൈറ്റീസിലെ നിക്ഷേപം സീനിയർ സിറ്റിസൺ നിരക്കിലുള്ളതാണ്. അപ്പോൾ 8.5% പലിശ നിരക്കിൽ സ്വീകരിച്ച നിക്ഷേപങ്ങൾ 7.1% സാധാരണ നിലയിൽ നിക്ഷേപിക്കുന്ന ഗതികേടിലേക്ക് കേരളത്തിലെ സഹകരണ മേഖല മാറിയിരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിക്ഷേപ വെല്ലുവിളികളിൽ ഒന്ന്. ഈ പ്രതിസന്ധിയെ പരിഹരിക്കണമെങ്കിൽ പ്രധാനപ്പെട്ടതായ ഒരു കാര്യം പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ പലിശ നിരക്ക്. ഒരു കാലഘട്ടത്തിൽ പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ ഉണ്ടായിരുന്ന ഉയർന്ന പലിശ നിരക്കാണ് കേരളത്തിലെ നിക്ഷേപകരെ ആകർഷിച്ചതെങ്കിൽ ഇന്ന് ആ സൗന്ദര്യം പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് അവ മാറുകയാണ്. ഉയർന്ന നിരക്കിൽ പഴയതുപോലെ നിക്ഷേപം സ്വീകരിച്ചുകൊണ്ട് പിടിച്ചു നിൽക്കാൻ പ്രാഥമിക സഹകരണ മേഖലയ്ക്ക് കഴിയില്ല. കാരണം കേരള ബാങ്കിൽ ഉണ്ടായിരുന്ന പ്രൊട്ടക്ഷൻ പോയതോടുകൂടി കേരള ബാങ്കിൻ്റെ നിക്ഷേപ പലിശ നിരക്കിന് ആനുപാതികമായി പലിശ നിരക്ക് മാത്രമേ പ്രാഥമിക സഹകരണ സ്ഥാപനങ്ങൾക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ നൽകാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്ന നിക്ഷേപ യാഥാർത്ഥ്യം സഹകരണ മേഖലയിൽ നിലനിൽക്കുകയാണ്. ഈ ബോധ്യത്തിൽ നിന്ന് കേരളത്തിലെ സഹകരണ മേഖലയിലെ നിക്ഷേപ പലിശ നിരക്ക് പുനർനിർണയം ചെയ്യാനുള്ള നടപടികളിലേക്ക് അടിയന്തരമായി കേരളത്തിലെ സഹകരണ വകുപ്പ് വരേണ്ടതുണ്ട്. കേരള ബാങ്കിൻ്റെ നിക്ഷേപ ഘടനയ്ക്കും നിക്ഷേപ പലിശ നിരക്കിനും ആനുപാതികമായി മാത്രമേ പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ പലിശ നിരക്ക് നിശ്ചയിക്കാൻ കഴിയുകയുള്ളൂ. അതിന് കഴിയുന്ന രൂപത്തിലേക്ക് അടിയന്തിരമായി സംസ്ഥാന സഹകരണ വകുപ്പ് നടപടിയെടുക്കണം. പലിശ നിർണയ സംവിധാനത്തിൻ്റെ യോഗം എത്രയും വേഗം ചേരണം. പലിശകൾ പുനർനിർണയം ചെയ്യണം. നിക്ഷേപത്തിൻ്റെ മാത്രമല്ല,
വായ്പകൾക്ക് നിക്ഷേപ പലിശയുമായി ബന്ധപ്പെട്ടാണ് ബഹുമാനപ്പെട്ട സഹകരണ സംഘം രജിസ്ട്രാർ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുള്ളത്. രജിസ്ട്രാർ പുതിയ നിർദ്ദേശം വായ്പ പലിശ നിരക്ക് കുറച്ചുകൊണ്ട് ആ പലിശ നിരക്കിന് ആനുപാതികമായി വായ്പകളുടെ പലിശ കൂടി കുറയ്ക്കുന്ന സംവിധാനത്തിലേക്ക് കേരളത്തിലെ സഹകരണ നിക്ഷേപ വായ്പാ മേഖലയെ മാറ്റുന്ന നടപടി സഹകരണ വകുപ്പ് സ്വീകരിക്കണം. ഉയർന്ന പലിശ വായ്പയ്ക്കാണെങ്കിൽ ഇന്നുള്ള ഇടപാടുകാരെല്ലാം സഹകരണ മേഖലയിൽ നിന്ന് പോകും. അപ്പോൾ നിക്ഷേപ പലിശ കുറച്ചാൽ വായ്പയുടെ പലിശയും കുറയ്ക്കണം. അതിനുള്ള നടപടികൾ അടിയന്തരമായി കേരളത്തിലെ സഹകരണ വകുപ്പ് സ്വീകരിക്കണം എന്നുള്ളതാണ് ഈ കോപ്പ് ടോക്സിൽ നമ്മൾ പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി. മാത്രവുമല്ല, ഈ നിക്ഷേപങ്ങൾക്ക് സ്വതവേ 8.5% പലിശയ്ക്ക് കിട്ടിയ നിക്ഷേപം കൊണ്ടുപോയി 7.1% കേരള ബാങ്കിൽ നിക്ഷേപിക്കുന്നു. അവിടെ ആകട്ടെ ആ ലഭിക്കുന്ന പലിശയിൽ TDS പിടിക്കുന്നു എന്നുള്ളതാണ് പ്രാഥമിക സഹകരണ സ്ഥാപനങ്ങളെ പെട്ടെന്ന് പ്രയാസത്തിലാക്കാൻ, പെട്ടെന്ന് ആ ചർച്ച ഡെവലപ്പ് ചെയ്യാനൊക്കെ ഉണ്ടായ കാര്യം. ഈ പ്രതിസന്ധി കൂടിയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. RBIയുമായി ബന്ധപ്പെട്ട് ഇന്ന് വന്നിട്ടുള്ള പലിശ നിരക്കിലെ അടിസ്ഥാനപരമായ മാറ്റത്തെ സംബന്ധിച്ച് വന്നിട്ടുള്ള പത്രവാർത്തയാണിത്. ഈ പത്രവാർത്തയിൽ പറയുന്നു, 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം പലിശ നിരക്ക് 0.25% കുറച്ച് റിസർവ് ബാങ്ക്. ഈ വർഷം പലിശ നിരക്കിൽ വരുത്തിയ കുറവ് 1.25%. ഇത് ഒരു സൂചനയാണ്. അപ്പോൾ കേരളത്തിലെ ബാങ്കിങ് സെക്ടർ, ഇന്ത്യൻ ബാങ്കിങ് സെക്ടറിൽ RBI പലിശ നിരക്ക് കുറയ്ക്കുകയാണ്. ഇപ്പോൾ 0.25% കുറച്ചു. ഒരു വർഷമായി 1.25% കുറച്ചു. അപ്പോൾ സ്വാഭാവികമായും ബാങ്കിങ് സെക്ടറിലെ പലിശ നിരക്ക് വീണ്ടും കുറയാൻ പോവുകയാണ്. വാണിജ്യ ബാങ്കിങ് മേഖലയിലെ പലിശ നിരക്ക് കുറയുന്നതോടുകൂടി വാണിജ്യ ബാങ്കായിട്ടുള്ള കേരള സംസ്ഥാന സഹകരണ ബാങ്കിലെ പലിശ നിരക്ക് വീണ്ടും കുറയും. ആ പലിശ നിരക്കിലെ കുറവ് പ്രാഥമിക സഹകരണ ബാങ്കിങ് മേഖലയിലേക്ക് കൂടി കടന്നു വരാൻ പോവുകയാണ്. അപ്പോൾ പലിശ കുറയ്ക്കാതെ കേരളത്തിലെ സഹകരണ മേഖലയ്ക്കും സംസ്ഥാന സഹകരണ ബാങ്കിനും ഇനി പിടിച്ചു നിൽപ്പില്ല. സംസ്ഥാന സഹകരണ ബാങ്ക് അടിയന്തരമായി വീണ്ടും പലിശ കുറയ്ക്കാൻ പോവാണ്. പ്രാഥമിക സഹകരണ സംഘങ്ങൾ വീണ്ടും അവയുടെ നിക്ഷേപ പലിശ കുറയ്ക്കാൻ പോവാണ്. സ്വാഭാവികമായും വായ്പയുടെ പലിശയും കുറയുന്ന രീതിയിലേക്ക് വരുന്നു. അപ്പോൾ വലിയ വെല്ലുവിളികളുടെ ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. ഈ വെല്ലുവിളികളെ ഓരോ സഹകരണ സ്ഥാപനവും അവയുടെ വിഭവശേഷിക്കനുസൃതമായും നിക്ഷേപ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി അതിനനുസരിച്ച് കുറിപ്പിടിപ്പിച്ച് ഓരോ സഹകരണ സ്ഥാപനത്തിൻ്റെയും നിലനിൽപ്പ് അതിൻ്റെ വ്യതിരിക്തമായ വിഷയമാണ് എന്ന കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. ഈച്ച് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എ ബോഡി കോർപ്പറേറ്റ്. ഓരോ സഹകരണ സ്ഥാപനവും സ്വതന്ത്രമായ വ്യക്തിത്വമുള്ള ഏകാംഗ യോഗങ്ങളാണ്. ഈ കാഴ്ചപ്പാടോടുകൂടി തന്നെ പുറമേ നിന്നൊരു ശക്തി വന്ന് നമ്മളെ രക്ഷിക്കും എന്ന കാഴ്ചപ്പാടിൽ നിന്നും മാറി അവനവൻ്റെ സ്ഥാപനത്തെ, അവനവൻ പ്രതിനിധാനം ചെയ്യുന്ന സ്ഥാപനത്തെ കൂടുതൽ കരുത്തുറ്റതാക്കാൻ കഴിയുന്ന നിക്ഷേപ വായ്പാ ഘടന സ്വീകരിക്കുകയും കാലഘട്ടത്തിലെ വെല്ലുവിളികളെ നമുക്ക് പുതിയ രൂപത്തിൽ അതിജീവിക്കാൻ കഴിയുന്ന തലത്തിലേക്ക് ഓരോ സ്ഥാപനത്തെയും ചിട്ടപ്പെടുത്താൻ അതിൻ്റെ ഭരണസമിതിക്കും സെക്രട്ടറിക്കും മുൻനിര പ്രവർത്തകർക്കും ബാധ്യതയുണ്ട്. അങ്ങനെയുള്ള വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ടായിരിക്കണം ഭാവിയിലേക്കുള്ള കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ നമുക്ക് കെട്ടിപ്പടുക്കാൻ എന്ന ബോധ്യത്തോടെ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. GND ലാ ബ്രൂയർ പറഞ്ഞ ഒരു വാക്ക് നമുക്ക് ഇത്തരുണത്തിൽ ഓർക്കുന്നത് നല്ലതാണ്. ഔട്ട് ഓഫ് ഡിഫിക്കൽറ്റീസ് ഗ്രോ മിറക്കിൾസ്. പ്രതിസന്ധികൾക്കിടയിൽ നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് വളരാം. കേരളത്തിലെ സഹകരണ മേഖല ഒരു പ്രതിസന്ധിയുടെ മുന്നിലും പതറേണ്ട പ്രസ്ഥാനമല്ല. നമ്മുടെ നാട്ടിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളിലും സാമ്പത്തിക വളർച്ചയിലും കേരളത്തിലെ സഹകരണ മേഖല വഹിക്കുന്ന പങ്ക് നിസ്തൂലമാണ്. ഈ പ്രതിസന്ധികളും നാം കടന്നുപോകും. ഔട്ട് ഓഫ് ഡിഫിക്കൽറ്റീസ് ഗ്രോ മിറക്കിൾസ്. നമുക്ക് മുന്നോട്ട് നടക്കാം എന്ന ഒറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് കോപ്പ് ടോക്സ് ഞാൻ അവസാനിപ്പിക്കുകയാണ്.